നമ്മുടെ രാജ്യത്തിലേക്ക് ഭീകരപ്രവർത്തകർ നൽകിയ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം തന്നെയായിരുന്നു പഹൽഗാം. നരബലി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് ഒരു നരനായാട്ട് നടത്തിയിരിക്കുകയാണ് ആ ഭീകരർ. ഏതായാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത നടപടികളും തീരുമാനങ്ങളും തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ജലയുദ്ധം എന്ന് തന്നെ പറയാം. അതിന് മുന്നോടിയായി ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മന്ത്രി ഹനീഫ് അബ്ബാസി എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞിരിക്കുന്നത് 130 ആണവ മിസൈലുകൾ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര വീരവാദ പ്രസംഗങ്ങളും ഒക്കെയാണ് വാർത്താമാധ്യമങ്ങളിലൂടെ അയാൾ നടത്തിയത്. ഇത്രത്തോളം ഓരോ മിസൈലുകളും എണ്ണി പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ മാറ്റി വെച്ചേക്കുന്നത് ഇന്ത്യയെ നേരിടാൻ തന്നെയാണ്. അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. ഞങ്ങൾ കാശ്മീരിനെ നശിപ്പിക്കും, കറാച്ചിയിലേക്ക് ഞങ്ങൾ മിസൈലുകൾ തുരുതുര പെയ്ക്കും. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഈ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു തീരും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഒരു ചെറിയ ഡാമിൻ്റെ ചെറിയൊരു ഷട്ടർ പൊക്കിയതേ ഉള്ളൂ. പാകിസ്ഥാൻ ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുകയാണ്. ഇപ്പോൾ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടാനില്ല, ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ അവിടുന്ന് വന്നിരുന്നു. വെള്ളം കൂടി മുട്ടിക്കേണ്ട, എന്നാൽ പിന്നെ ഇച്ചിരി കൂടുതൽ വെള്ളം എടുത്തോ എന്ന് പറഞ്ഞ് ഇന്ത്യ ചെറുതായിട്ട് ഒരു ഷട്ടർ തുറന്നതേ ഉള്ളൂ. തുറന്നപ്പോഴത്തേന് പാക്ക് ഇതാ കിടക്കുന്നു. അപ്പോൾ ഈ ആണവായുധ മിസൈലുകളല്ല ഇപ്പം പാക്ക് വെള്ളത്തിൽ ഈ ഉറി ഡാം തുറന്നപ്പോൾ ഉള്ള വെള്ളത്തിലെല്ലാം ഒലിച്ചു പോയി എന്നാണ് കിട്ടാനുള്ള വിവരം. ഏതായാലും ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ശക്തിയും ഒരു ആണവായുധവും പാകിസ്ഥാന് കരുതി വയ്ക്കാൻ പറ്റില്ല. അതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ഇന്ത്യ അതിനെയൊക്കെ മറികടക്കുക തന്നെ ചെയ്യും. കാരണം ഇന്ത്യ എന്നൊരു വലിയ ശക്തിയാണ്, വലിയ ജനക്കൂട്ടമാണ്, വലിയൊരു വൻ ശക്തി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശക്തിയെ തകർക്കാനൊന്നും പാകിസ്ഥാൻ വളർന്നിട്ടില്ല. പാകിസ്ഥാനോടൊപ്പം ചേർന്ന കൂട്ടാളികളും വളർന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ ഇന്ത്യ ജലയുദ്ധം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും ഇന്ത്യ ഇതുവരെ നിലവിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ സിന്ധു നദീജല കരാർ നിർത്തലാക്കി അതിനുള്ള ഉടമ്പടികൾ നിർത്തലാക്കിയതും ആ കരാർ നിർത്തലാക്കിയത് സംബന്ധമായിട്ടുള്ള രേഖകൾ പാകിസ്ഥാന് അയച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെയാണ് ഉറി ഡാം തുറന്നുവിട്ടത്. ഉറി ഡാം തുറന്നുവിട്ട ഉടനെ തന്നെ പാക് അധീന പ്രദേശങ്ങളെല്ലാം കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിലെല്ലാം ആ ഒരു പ്രദേശത്തെല്ലാം വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ ഒരു തീരപ്രദേശത്ത് താമസിക്കുന്നവരെല്ലാം ഇപ്പോൾ കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ആ ഒരു പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന കർഷകരാണ്, കൃഷി സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അത് വലിയ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഏതായാലും അതിനോട് ചേർന്ന് ഉള്ള ആൾക്കാരെ എല്ലാം ഇപ്പോൾ കുടിയൊഴിപ്പിച്ചിരിക്കുകയാണ്. കാരണം തടയാൻ പറ്റുന്നതിലധികം വെള്ളം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറി ഡാം പാകിസ്ഥാൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് പലപ്പോഴും ഈ ഷട്ടറുകൾ തുറക്കുകയും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള സന്ദേശം അവിടെ കിട്ടിയതിന് ശേഷം അവരുടെ അനുമതിയും കൂടെ കിട്ടിയതിന് ശേഷം തന്നെയാണ് ഈ ഉറി ഡാമിൻ്റെ പല ഷട്ടറുകളും പലപ്പോഴായി തുറന്നു കൊടുത്തിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ അനുമതി ഇല്ലാതെ തന്നെയാണ് ഇന്നലെ ഉറി ഡാം ഇന്ത്യ തുറന്നത്. കാരണം ഇന്ത്യയുടെ കൺട്രോളിലാണ് ഉറി ഡാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉറി ഡാം തുറന്നു വിടുകയാണ് ചെയ്തത്. അതൊരു ജലയുദ്ധമായി തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഇന്ത്യക്ക് മാത്രമായി അവർ ഈ കോപ്പ് കൂട്ടിയിരിക്കുന്ന സംഗതികൾ 139 മിസൈലുകൾ ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയെ എപ്പോൾ വേണമെങ്കിലും സാഹചര്യം കിട്ടിയാൽ തകർക്കാൻ തന്നെയാണ് പാകിസ്ഥാൻ്റെ തീരുമാനം. അത്തരത്തിലുള്ള അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അവർ പലപ്പോഴായിട്ട് പുറത്തു വിടുന്നത്. ഇന്ത്യയെ തകർക്കണം, കാശ്മീരിനെ പിടിച്ചടക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും വില പോവില്ല. കാരണം നമ്മുടെ ഇന്ത്യ അത്രത്തോളം വൻ ശക്തിയായിരിക്കുകയാണ്. ആണവ ആയുധങ്ങളിലാണെങ്കിലും മറ്റുള്ള ആയുധ ശേഖരങ്ങളിലാണെങ്കിലും സൈനിക ശേഖരത്തിലാണെങ്കിലും അത്രത്തോളം വലിയ ഒരു ശക്തി തന്നെയാണ്. അതിനെ തടുത്തു നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ നിർത്താനോ പാകിസ്ഥാന് പറ്റില്ല. അത് പലപ്പോഴും പാകിസ്ഥാന് മറന്നു പോവുകയാണ്. പല തിരിച്ചടികൾ കിട്ടിയിട്ടും പാകിസ്ഥാൻ അത് മറന്നു പോയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സിവിലിയൻസിന് നേരെയുള്ള ഈ ഒരു അറ്റാക്ക് ഒരു പക്ഷേ സൈനികരുടെ നേരെയാണെങ്കിലും നമുക്കത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമായിട്ട് കാണാമായിരുന്നു. പക്ഷെ നിരായുധരായിട്ടുള്ള സിവിലിയൻസിന് നേരെയുള്ള ഈ ഒരു അറ്റാക്ക് ഒരു കാലത്തും ഇന്ത്യ അത് പൊറുക്കില്ല. ഇന്ത്യ അതിന് ഒരു തരത്തിലും പാകിസ്ഥാനോട് ഒരു ഉടമ്പടിക്കും തയ്യാറാകില്ല.
ഏതായാലും ഇന്ത്യ തിരിച്ചടിക്കാനുള്ള സൈനിക നീക്കങ്ങളൊക്കെ തുടർന്നു കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ പ്രധാനം കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ള ചില നോട്ടീസുകളാണ്. മാധ്യമങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, മാധ്യമങ്ങൾ അനാവശ്യമായിട്ടുള്ള വാർത്തകൾ കൊടുക്കരുത്, സൈനികരുടെ നീക്കങ്ങൾ കൊടുക്കരുത്. കാരണം സൈനിക നീക്കം പാകിസ്ഥാനിലേക്കുള്ള യുദ്ധത്തിന് സന്നദ്ധമാവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും കൊടുക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു കുറിപ്പ് കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ്. ആദ്യത്തെ ഒരു ഉടമ്പടി തന്നെ പാകിസ്ഥാന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സിന്ധു നദീജല കരാർ. കാരണം പാകിസ്ഥാൻ്റെ വെള്ളം കൂടി തന്നെ ഈ ഒരു കരാറിൽ തന്നെയാണ്. ഈ ഒരു കരാർ നിർത്തലാക്കിയതോടുകൂടി വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് വളരെയധികം അത് പാകിസ്ഥാനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇവരുടെ വ്യാവസായിക മേഖല നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർത്തലാക്കുമ്പോൾ അത് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയും വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇന്ത്യ ഒരു പാകിസ്ഥാൻ ഒരു ശത്രുരാജ്യമാണെങ്കിലും പലപ്പോഴും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകളും മറ്റുള്ള വ്യവസായ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ഇന്ത്യ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു തിരിച്ചടിയോടുകൂടി ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കുന്ന വലിയൊരു പാഠം തന്നെയാണ്. അത് നല്ലൊരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. ഇതിന് മുന്നോടിയായി ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള പല ബംഗ്ലാദേശി പൗരന്മാരെ തിരിച്ചയക്കണമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വാർത്തകൾ വരുന്നു. 1000-ഓളം ബംഗ്ലാദേശികളെയാണ് ഇപ്പോൾ പലയിടങ്ങളിലായി കണ്ടെത്തുകയും അവരെ തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കണം എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ആണ് വരുന്നത്. ഇന്ന് അവസാന ദിവസമായി ആണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് മുന്നോടിയായി എല്ലാ നേരത്തെ എത്രയോ വർഷങ്ങളായിട്ട് താമസിക്കുന്ന പാക് പൗരന്മാരോട് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ കണ്ണൂർ സ്വദേശി ആയിട്ടുള്ള ഒരു വൃദ്ധനായ ഒരാളുടെ വാർത്തകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ 1971 കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. മക്കളും എങ്ങനെ തിരിച്ചു പോകും എന്നുള്ളത്. പക്ഷേ ഇതിലൊക്കെ അപൂർവമായിട്ടുള്ള 1-2 വിരലിൽ എണ്ണാവുന്ന നല്ല ആൾക്കാർ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു പക്ഷേ വേദന ഉണർത്തുന്ന കുറച്ച് പേര് മാത്രമേ കാണൂ. ബാക്കി എല്ലാവരെയും തന്നെ തിരിച്ച് അയക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം കുടിയൊഴിപ്പിക്കൽ ഇന്ത്യ മാത്രമല്ല എടുക്കുന്നത്. പല വിദേശ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഇന്ത്യയിലുള്ള ആൾക്കാരെ കുടിയൊഴിപ്പിച്ച് കൊണ്ടുവന്ന് ചങ്ങലയിട്ടത് എന്തിനെന്ന് നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ സമൂഹവും ചോദിച്ചിരുന്നു. കാരണം അത്തരത്തോളം കുടിയേറ്റക്കാർ കൂടുമ്പോൾ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇന്ത്യ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നില്ല. പാകിസ്ഥാൻ ശത്രുരാജ്യമായിരുന്നപ്പോൾ പോലും ഇന്ത്യ പാക് പൗരന്മാരെ ഇവിടുന്ന് പുറത്ത് വിടാനോ ഒന്നും തന്നെ ഇന്ത്യ അന്നൊന്നും നിലപാടുകൾ എടുത്തില്ല. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തതിൽ തന്നെ നമുക്കറിയാം അത്രത്തോളം ഭീകര പ്രവർത്തനം ഇന്ത്യയിൽ കൂടുകയാണ്. അത് ഈ പറഞ്ഞോണമുള്ള അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും ആൾക്കാരെ കുടിയൊഴിപ്പിക്കുന്നത്. അത് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഭീകര പ്രവർത്തനത്തെ ഉന്മൂലനം തന്നെ ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മളുടെ സിവിലിയൻസിൻ്റെ നേരെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ളവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇന്ത്യ എടുക്കുന്ന കടുപ്പിച്ച നിലപാടുകൾ തന്നെയാണ്. അതിൽ യാതൊരു വീഴ്ചക്കുറവും അല്ലെങ്കിൽ യാതൊരു ഇളവുകളും ഇതിൽ കൊടുക്കുകയില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ്. മാത്രമല്ല ഇപ്പോൾ ജലയുദ്ധമെങ്കിൽ ജലയുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാൻ വിറച്ചു എന്ന് തന്നെ പറയാം. ചെറിയൊരു ഷട്ടർ തുറന്നപ്പോഴത്തേനും പാകിസ്ഥാൻ്റെ ശ്വാസം നിന്നുപോയി എന്നുള്ളതാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന വാർത്തകൾ കൊടുത്തുകൊണ്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കേന്ദ്രത്തിൽ നിന്നും അതുപോലെ തന്നെ സൈനിക മേധാവികളിൽ നിന്നും ഒക്കെ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഒരു യുദ്ധത്തിലേക്കാണോ ഇത് നയിക്കുന്നതെന്നുള്ള അങ്കലാപ്പുകളാണ് ഇപ്പോൾ കാശ്മീരിലെ പ്രദേശവാസികൾക്കെല്ലാം. അവരും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ബാങ്കുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സന്നാഹങ്ങളും ഒക്കെ അവരും ചെയ്തു കൊണ്ടിരിക്കുന്നു. അവരും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം യുദ്ധമാകുമ്പോൾ ഇരു രാജ്യങ്ങളിലും ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യ തീർത്തും നമുക്ക് നമ്മുടെ സിവിലിയൻസിന് നേരെയുള്ള ആക്രമണത്തിൽ നല്ലൊരു തിരിച്ചടി, നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കും എന്നുള്ള നിലപാടാണ്.